നമസ്കാരം. ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിനെ പുറത്തിറക്കാൻ എന്താവശ്യമായിരുന്നു നമ്മുടെ മന്ത്രിസഭയ്ക്ക് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിൽ കൂടുതൽ വർഷങ്ങളായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് പോലും ലഭിക്കാത്ത പരിഗണനയായിരുന്നു ഷെറിന് ലഭിച്ചത്. അത് ഷെറിൻ അഴിക്കുള്ളിലായ കാലം മുതൽ ലഭിച്ചു വരികയായിരുന്നു. ഇപ്പോഴിതാ ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ സഹതടവുകാരിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ്. തൃശൂർ സ്വദേശിനിയായ MS സുനിതയാണ് ഭീഷണിയെ അവഗണിച്ചുകൊണ്ട് സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. 2013-2015 കാലത്ത് വധശ്രമ കേസിൽ ശിക്ഷ അനുഭവിക്കാനാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ സുനിത എത്തിയത്. ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു സുനിത കഴിഞ്ഞിരുന്നതും. ചില രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സുനിത പറയുന്നത്. 1-2 ജീവനക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഷെറിനിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയിരുന്നു. അന്നത്തെ ജയിൽ സൂപ്രണ്ടിന് ഷെറിൻ ഐപാഡും എത്തിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഷെറിൻ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് ജയിലിനുള്ളിൽ എത്തിക്കും. 3 നേരവും പുറത്തു നിന്നുള്ള ഭക്ഷണമായിരുന്നു ഷെറിന് നൽകിയിരുന്നത്. ഷെറിന് സഹായിയായി ഒരു തടവുകാരിയെയും ഏർപ്പെടുത്തിയിരുന്നു. ഇവരായിരുന്നു ഷെറിന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തിരുന്നതും. തലയണയടക്കം നൽകി സുഖനിദ്രയ്ക്കുള്ള സൗകര്യവും നൽകിയിരുന്നു. ജയിലിനുള്ളിൽ ധരിക്കുന്നതിന് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വെള്ള വസ്ത്രങ്ങളാണ് നൽകിയതെന്നും സുനിത പറയുന്നു. അതേസമയം ബക്കറ്റ് നിറച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഷെറിനുണ്ടായിരുന്നു. ഇതിൽ മുഖം നോക്കാൻ കണ്ണാടിയും ലിപ്സ്റ്റിക്, ഐലൈനർ തുടങ്ങി സർവ്വതുമുണ്ട്. സൂപ്രണ്ടിന്റെ പേരക്കുട്ടി കണക്കിനെയുള്ള ലാളനയാണ് ഷെറിന് ലഭിച്ചതെന്നും സുനിത വെളിപ്പെടുത്തുന്നു. കൂടാതെ അന്നത്തെ ജയിൽ DIGയുമായി ഷെറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും സുനിത പറയുന്നു. സാധാരണ വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല. ഇവിടെ ഷെറിനെ കാണുന്നതിന് വേണ്ടി ജയിലിലെ DIG അടിക്കടെ എത്തിയിരുന്നു. ജയിൽ ചട്ടപ്രകാരം തടവുകാരെ വൈകുന്നേരം 5:30 സെല്ലിൽ അടച്ചാൽ പിന്നെ രാവിലെ മാത്രമേ പുറത്തിറക്കാൻ പാടുള്ളൂ. എന്നാൽ രാത്രി 7 മണിയോടെ പുറത്തേക്കിറങ്ങുന്ന ഷെറിൻ 2 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചെത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച് കംപ്ലൈന്റ് ബോക്സിൽ പരാതി എഴുതിയിട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്നും സുനിത പറയുന്നു. ഒരു തവണ ജയിൽ ജീവനക്കാർ വഴി ഇക്കാര്യങ്ങൾ മാധ്യമത്തിന് നൽകിയതിന് ജയിൽ DIG ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും സുനിത പറയുന്നു. ഒരിക്കലും പുറം ലോകം കാണില്ലെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി. അതേസമയം ഒരു തവണ ജയിൽ സന്ദർശിച്ച ജില്ലാ ജഡ്ജിയോട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുകയും അധികമായി കൈവശം വച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം എല്ലാ വസ്തുവകകളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഷെറിനെ പുറത്തിറക്കുന്നതിന് പിന്നിൽ വമ്പന്മാരുണ്ടെന്ന സൂചന തന്നെയാണ് വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന ഇളയ മകൻ ബിനു പീറ്റർ കാരണവന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയായിരുന്നു നിർധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായി ഭാസ്കരർ കാരണവർ വീട്ടിലേക്ക് എത്തിച്ചത്. ഇതിനു വേണ്ടി ഷെറിന്റെ ബാധ്യതകളെല്ലാം അദ്ദേഹം തീർത്തു കൊടുക്കുകയും ചെയ്തിരുന്നു. വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഷെറിന് ഉറപ്പും നൽകി. 1 വർഷത്തിനുള്ളിൽ ഇരുവരും അമേരിക്കയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ അന്ന് അവിടെ ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ നിന്ന് മോഷണത്തിന് പിടികൂടിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. പിന്നീട് ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം നാട്ടിലേക്ക് ഷെറിൻ മടങ്ങി. ഇതിന് പിന്നാലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകളും ആരംഭിച്ചു. അതാണ് കൊലപാതകത്തിലേക്ക് വരെ വഴിവെച്ചത്. 14 വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സംസ്ഥാന മന്ത്രിസഭ ഷെറിന് ശിക്ഷാ ഇളവ് അനുവദിച്ചത്. 2009 നവംബർ 8-നാണ് ചെറിയനാട് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായ ഷെറിനായിരുന്നു കേസിലെ 1ാം പ്രതി. ഷെറിന്റെ ആൺസുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസിൽ അലി, ഇയാളുടെ കൂട്ടാളികളായ കളമശ്ശേരി സ്വദേശിയായ നിതിനും ഏലൂർ സ്വദേശിയായ ഷാനൂർ റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ.